2025 സെപ്റ്റംബർ 22 ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിനമാണ്. അന്നാണ് ഇന്ത്യയിലെ GST റേറ്റിൽ ചേഞ്ചസ് വരുന്നത്. അത് പ്രധാനപ്പെട്ട വളരെ ചേഞ്ചസുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിനുള്ള നോട്ടിഫിക്കേഷനാണ് 2025 സെപ്റ്റംബർ 17 പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് പ്രകാരം പല ഐറ്റങ്ങൾക്കും റേറ്റുകൾ മാറുകയാണ്. ഇനി പ്രധാനപ്പെട്ട രണ്ട് റേറ്റുകളാണ്. ഒന്ന് 5%, പിന്നെ അടുത്ത് 18%. ഈ രണ്ട് റേറ്റിലാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നേരത്തെ നേരുണ്ടായിരുന്ന 5% പലതും 0-ലേക്ക് പോവുകയും 12-ലുള്ളതുപോലെ 5-ലേക്ക് പോവുകയും അതുപോലെ തന്നെ 28-ലുള്ള 18-ലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ ഇത് പ്രത്യേകം പറയുന്നുണ്ട് ഓരോ ഐറ്റംസ് എന്തൊക്കെ ഐറ്റത്തിനാണ് മാറ്റം വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കൺസ്യൂമേഴ്സിന് വളരെ ഗുണകരമാണ്. അവരുടെ പർച്ചേസ് കോസ്റ്റ് അത്രയും കുറയും. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ചിലവ് കുറയും ഒരു രീതിയിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ അടുത്ത് പ്രധാനപ്പെട്ടതുള്ള ട്രേഡേഴ്സിന് എന്താണ് ഇതുകൊണ്ട് പ്രശ്നങ്ങളെന്ന് നോക്കാം. ട്രേഡേഴ്സിന് എന്താണെന്ന് വെച്ചാൽ പല കേസുകളിലും അവർക്ക് സ്റ്റോക്കുകൾ നിൽപ്പുണ്ടാവും. നമ്മളിപ്പം 28% വാങ്ങിച്ച പല ഗുഡ്സുകളും ഉണ്ടാവും. അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിൽപ്പുണ്ടാവും. അത് നമ്മൾ 18%ലേക്ക് മാറുകയാണ്. അപ്പോൾ എന്താണ് അവർക്ക് സംശയം, ഞങ്ങൾ തിരിച്ചടക്കണോ, ബാക്കി 10% എക്സസ് ഉണ്ടല്ലോ, അത് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു കേസുകളിൽ അങ്ങനെ അടയ്ക്കേണ്ടി വരും. അത് ഏത് കേസെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു 18% ഗുഡ്സ് ആണെന്ന് വിചാരിച്ചു. അതിപ്പോൾ 0%ലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് ഗുഡ്സിന് 18% നമ്മൾ ഓൾറെഡി അടച്ചല്ലോ. ആ ടാക്സ് അവിടെ നിലനിൽക്കുകയാണ്. അതിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ നിലനിൽപ്പുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സ്റ്റോക്കുകൾക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 0% ഔട്ട്പുട്ട് ടാക്സ് 0 ആണ്. അപ്പം ടാക്സ് വരത്തില്ലല്ലോ. ആ കേസുകളിൽ എന്താ വെച്ചാൽ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. അല്ലാത്ത കേസുകളിൽ അങ്ങനെ പ്രശ്നം വരുന്നില്ല. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേഴ്സിനാണ്. മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് വരുമ്പോൾ അവരുടെ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് ചിലപ്പം മെറ്റീരിയൽ കോസ്റ്റ് 18%, 28% ആയിരിക്കും. പക്ഷേ ഔട്ട്പുട്ടിന് വെച്ചാൽ 5 ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കേസുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എക്സ്പോർട്ടേഴ്സിന് വേണ്ടി ചെയ്തതുപോലെ റീഫണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് അവർക്ക് ചെയ്യേണ്ട കേസുകൾ. പിന്നെ അടുത്ത റേറ്റുകൾ ചേഞ്ചസ് വരുന്നത് ഹോട്ടൽസിനാണ്. ഹോട്ടൽ റൂംസുകൾക്കൊക്കെ ആണെങ്കിൽ 7,500 വരെ റെൻ്റുള്ള പെർ ഡേ റെൻ്റുള്ള ഹോട്ടലുകൾക്ക് ഇതുവരെ 12% ആയിരുന്നു. അത് 5%ലേക്ക് മാറ്റുകയാണ്. റൂം സർവീസിനും അതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ വിത്തൗട്ട് ITC ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഒത്തിരി അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും ഉണ്ടാവും. പക്ഷെ അതിനൊന്നും ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല എന്നൊരു കുഴപ്പമുണ്ട്. ഇനി നമ്മൾ ഓട്ടോമൊബൈൽസ് ഡീലേഴ്സിനെ പറയുകയാണെങ്കിൽ അവർക്ക് പല ആൾക്കാർക്കും ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ടാക്സ് കാറുകൾക്കൊക്കെ 28% GST റേറ്റും പിന്നെ അറൗണ്ട് 22%ഓളം കോമ്പൻസേഷൻ സെസ്സും ഉണ്ടായിരുന്നു. അപ്പം നെറ്റ് എഫക്റ്റ് 50%ഓളം വരുമായിരുന്നു. അപ്പോൾ അത് മാറ്റിയാണ്. ഈ തുടങ്ങി കോമ്പൻസേഷൻ ഉണ്ടാവില്ല. അതേപോലെ GST മാത്രമേ ഉള്ളൂ. അപ്പോൾ GST എന്നുള്ള പെർസെൻറ്റേജ് 40% ആക്കി. എങ്കിൽ പോലും 10% ലാഭമാണ് അവിടെ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ ഐറ്റത്തിനും ടാക്സ് റേറ്റ് കുറവ് വരുന്നുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി ഗുഡ്സ് വാങ്ങിച്ചപ്പോൾ കോമ്പൻസേഷൻസ് കൊടുത്തിരുന്നു. അത് പലതും ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അത് ശരിക്കും ഔട്ട്പുട്ടിലേക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ സെസ് ഉണ്ടാവില്ലല്ലോ. അവർക്കാണ് പ്രശ്നങ്ങൾ. അത് എന്ത് ചെയ്യണമെന്നതിനെ പറ്റി ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത് GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സെപ്റ്റംബർ 1 തുടങ്ങി 21 വരെ പഴയ റേറ്റും 22 തുടങ്ങി പുതിയ റേറ്റുമാണല്ലോ ഇപ്പോൾ വരെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഓവറോൾ നോക്കുമ്പോൾ എല്ലാവർക്കും തന്നെ ഗുണകരമാണ്. ഈ പറയുന്നത് നമ്മൾ MRP ഡീലേഴ്സാണ്. അത് ഈ സപ്ലൈയേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർക്ക് MRP ബേസ്ഡ് റേറ്റാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പുതിയ MRP ഫിക്സ് ചെയ്യണമല്ലോ. അത് റേറ്റ് കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 12 ഉണ്ടായിരുന്നു, അത് 5 ആയി. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പുതിയ MRP ഒട്ടിക്കണം ഈ ലേബലിൽ. ആ ലേബലിലൂടെ പഴയത് കാണാവുന്ന രീതിയിൽ തന്നെ ചെയ്യണം. നല്ല ആൾക്കാർക്ക് കൺസ്യൂമേഴ്സിന് അറിയണം എത്രമാത്രം ബെനിഫിറ്റ് അവർ കിട്ടിയെന്നറിയാനായിട്ട്. അതിന് നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാർച്ച് 31, 2026 വരെ ഈ പഴയ സ്റ്റോക്കിലെ ഈ ലേബലിങ്ങനെ വെച്ച് തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്ന് സ്റ്റോക്ക് തീരുന്നു അന്ന് വരെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്.